റെഡി? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ഓഡിബിൾ ആണോ? ഹലോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. കാരണം എനിക്കിവിടെ ചെറിയ നെറ്റ്വർക്ക് മിസ്സായി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. അതുകൊണ്ടാണ്. ഓക്കെ, സ്പോട്ട് ലൈറ്റിലുണ്ട്. എവറിത്തിങ് ഈസ് ഫൈൻ. റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ്. വെരി ഗുഡ്. ലെറ്റ്സ് ഗോ. സോ വെൽത്ത് ക്രിയേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ 4ാമത്തെ സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആ സെഷനിലേക്ക് ഇത്രയും മാക്സിമം ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം റിമൂവിങ് വെൽത്ത് ബ്ലോക്സ് എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിമൂവിങ് വെൽത്ത് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൽത്ത് ബ്ലോക്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. വെൽത്ത് ബ്ലോക്സ് വരുന്നത് ഞാൻ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലടക്കം പറഞ്ഞതുപോലെ, തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ, നമ്മളുടെ ചെറുപ്പകാലം മുതൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഉള്ള ബ്ലോക്കുകൾ അതിൽ ഒരു ബ്ലോക്കാണെന്ന് വെച്ചാൽ, വെൽത്ത് ബ്ലോക്കിൽ ഒരു ബ്ലോക്കാണെന്ന് വെച്ചാൽ, ഒരു ബിലീഫ് ആണെന്ന് വെച്ചാൽ, പണം വന്നു കഴിഞ്ഞാൽ, സമ്പത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തിന്മയിലേക്ക് നയിക്കപ്പെടും. കേട്ടിട്ടുണ്ടോ ഈ സംഗതി? ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അഹങ്കാരിയാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരിയായി പോകും. ഒരുപാട് പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ദുർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഓക്കെ, ചെറുപ്പം മുതൽ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള, ഇപ്പോൾ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിലെ വില്ലന്മാരാരാണ്? പാവപ്പെട്ടവരോ സമ്പന്നരോ? പണ്ടത്തെയൊക്കെ സിനിമയിൽ പ്രത്യേകിച്ച് സായികുമാറിന്റെ വേഷം എങ്ങനെയായിരുന്നു? ഒന്നുകിൽ എന്ത് ചെയ്യും, ഒരു സായികുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടൻ വരുന്നത് എങ്ങനെയായിരിക്കും? വലിയൊരു റിച്ച് ആയിട്ടുള്ള ഒരു BMW അല്ലെങ്കിൽ ഒരു ബെൻസിലോ, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു സ്കോർപിയോയിൽ വന്നിറങ്ങും. അന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അതായിരുന്നു. അല്ലെങ്കിൽ ഇന്നോവയിൽ വന്നിറങ്ങും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? വെള്ളയും വെള്ള ഇട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ കോട്ടും സ്യൂട്ട് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം വലിയൊരു ബാഗും പിടിച്ചിട്ടുണ്ടാവും കയ്യിൽ. അതിൽ കുറേ ക്യാഷ് ഉണ്ടാവും. അതിന്റെ മുകളിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളായിട്ട് ഒരു സമ്പന്നതയുടെ ചിത്രീകരണം നമ്മുടെ മനസ്സിലേക്ക് സാഹിത്യകാരന്മാരായിക്കോട്ടെ ഇവരൊക്കെ തന്നിരിക്കുന്നത് എന്തായിട്ടാണ് തന്നിരിക്കുന്നത്? ഇവരൊക്കെ തന്നിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇമേജസ് എന്ന് പറഞ്ഞ കഥകളിലാണെങ്കിൽ പോലും ഇപ്പം എല്ലായിടത്തും നല്ലൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുള്ളത് പാവമായിട്ടുള്ള ഒരാൾ, സാമ്പത്തികമായിട്ട് നിൽക്കാത്ത ഒരാളെയാണ്, പാവപ്പെട്ട ഒരാളെയാണ് നിഷ്കളങ്കനായിട്ട് കാണുന്നത്. ഇത് റിയാലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലാത്ത റിയാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? ഉണ്ട്. ഇല്ല എന്നല്ല. പക്ഷേ ഇതല്ലാത്ത വേറെ റിയാലിറ്റി ഉണ്ട്. നല്ല സമ്പത്തുള്ള, നല്ല മനസ്സുള്ള, നല്ല നന്മയുള്ള, നല്ല രീതിയിൽ കാര്യങ്ങളുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് ആ രീതിയിൽ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന സിനിമകളോ മറ്റുള്ള കാര്യങ്ങളോ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള, നമ്മൾ പ്രോഗ്രാംഡ് ആയിരിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ട്, ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട്, പത്രവാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? പണത്തിന് വേണ്ടിയിട്ട് കൊലപാതകം, പണത്തിന് വേണ്ടിയിട്ട് മോഷണം, പണത്തിന് വേണ്ടിയിട്ട് അല്ലേ ഭീഷണി, പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. സ്ഥിരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻസെക്യൂർഡ് ആവുകയാണ്. മനുഷ്യൻ ചെറുപ്പം മുതലേ ഒരു അലേർട്ട് മോഡിലാണ് ജീവിക്കുന്നത്. ഇതിനൊക്കെ പുറമെയാണ് സ്വന്തം ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന ഇൻസിഡൻസ്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. കേട്ടിട്ടുണ്ടോ? പൊതുവേ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലേ? ഡു യു അഗ്രി വിത്ത് മീ? കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. നമുക്കിതൊന്നും അർഹിച്ചതല്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട്, റാഷണലായിട്ട് തിങ്ക് ചെയ്യണം. അല്ലാതെ വലിയ സ്വപ്നങ്ങൾ കണ്ട് നടക്കരുത്. ഇത്തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. നമുക്കൊക്കെ പറഞ്ഞൊരു പണിയുണ്ട്. നമുക്കൊക്കെ അർഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിതാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന ചില റിയാലിറ്റി സംഗതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ബെറ്റർ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വിശ്വാസത്തിനപ്പുറത്തേക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള വിശ്വാസങ്ങളെ നിങ്ങൾ തച്ചുടക്കണം. ഈ വിശ്വാസത്തിന് പ്രശ്നങ്ങളുണ്ട്. അതില്ലാണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിശാലത കൂട്ടണം. ഇപ്പം അതെന്ന് വെച്ചാൽ ഇടുങ്ങി, 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 അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ, ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെറുതായി, 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 ചെറുതായി ഇങ്ങനെ വന്നേക്കുവാണ്. മറിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത്, എക്സ്പാൻഡ് ചെയ്ത്, എക്സ്പാൻഡ് ചെയ്ത് വരണം. നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരെന്താ വെച്ചാൽ കിങ് റിച്ചാർഡ് എന്നാണ് സിനിമയുടെ പേരെന്ന് തോന്നുന്നു. അതിൽ കിങ് റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ സെറീന വില്യംസിൻ്റെയും വീനസ് വില്യംസിൻ്റെയും ഫാദറാണ്. ആ ഫാദർ അദ്ദേഹം എന്ത് ചെയ്യാണ്, സെറീന വില്യംസും വീനസ് വില്യംസും ആണ് ആദ്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വേൾഡിൽ തന്നെ ടെന്നീസ് ഈ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നിട്ട് മുകളിലേക്ക് എത്തിയിട്ട് അവർ വിജയിക്കുന്ന അപ്പം ഇവർ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർ, വളരെ പാവപ്പെട്ട ഹുഡ് എന്ന് പറയുന്ന അവരുടെ ഒരു സ്ട്രീറ്റുകളെ പറയുന്ന പേരാണ് ഹുഡ്. ആ ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന അവിടെ വയലൻസും
അതേപോലെ തന്നെ മയക്കുമരുന്നും ഇങ്ങനെയുള്ള സംഗതികളും, അതേപോലെ തന്നെ ഗ്യാങ് വാറുകളും സംഗതികളും ഒക്കെ ഉള്ള, അതായത് നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ള, അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ വളരുന്ന ഒരു ഇതില് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഇത്തരത്തിലുള്ള ടെന്നീസ് കോർട്ടുകളും കാര്യങ്ങളും സംഗതികളുടെ ഒക്കെ പക്ഷെ അവിടെ ഇരുന്ന് അദ്ദേഹം അത് കണ്ട് അതിനോടുള്ള ഒരു പാഷൻ മനസ്സിലാക്കിയിട്ട് അതിൽ സ്വപ്നം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വപ്നം കാണാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടത് ചെറിയ സ്വപ്നമല്ല. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടത് വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ആകണം, അതായത് ചാമ്പ്യൻ ആകണം എന്ന് മാത്രമല്ല, ലോകത്തെ തന്നെ നമ്പർ 1 കളിക്കാരിയായിട്ട് എൻ്റെ മകള് മാറും. ഓക്കെ. സെറീന വില്യംസ് മാറും എന്ന് എന്ത് ചെയ്യാണ്, സ്വപ്നം കാണാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, വീനസ് എന്ന് പറയുന്ന വീനസ് വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള 2ാം കുട്ടിയുണ്ട്. അപ്പോൾ ഈ വീനസ് വില്യംസിനോട് പറയുകയാണെന്ന് വെച്ചാൽ, നിനക്ക് ടൈം ആയിട്ടില്ല. നിന്റെ ടൈം വരുമ്പോൾ നീ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു കളിക്കാരിയായിട്ട് നീ മാറും. ഈ ഒരു ബിലീഫ് ഉണ്ടല്ലോ, എവറി ഡേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് മക്കളെ പ്രോഗ്രാം ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹം മക്കളെ വളർത്തിയത്, എന്നിട്ട് എങ്ങനെയാണ് അവർ അവിടേക്ക് എത്തിച്ചത് എന്ന്. ബെസ്റ്റ് പാരന്റിങ് ഫിലിമാണ്, കാണേണ്ട ഒരു സംഗതിയാണ്. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന് മിസ്റ്റേക്സുകൾ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രയാസമുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്, പല ചലഞ്ചസും സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം അദ്ദേഹം ഈ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ഈ ഗ്യാങ് വേറുകളും ഇത്തരത്തിലുള്ള സ്ട്രീറ്റിൽ തെരുവിൽ നിന്ന് വളരെ എന്താ പറയുക, അവരുടെ ആ ഒരു അന്നത്തെ കാലത്തെ സാഹചര്യത്തിൽ വളരെ മോശം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറയാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഈ ഒരു പെൺകുട്ടിയോട് പൊരുതി തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ടെന്നീസിന് തന്നെ അത് ഒരു കളങ്കമാണ് എന്ന് ആൾക്കാർ പരിഹസിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഈ അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചൊരു കോച്ചിനെ കണ്ടെത്തി അവർക്ക് ഓരോ ദിവസവും അവരുടെ നാളത്തെ ഡെയിലി ഗോൾസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, നമ്മളൊക്കെ പറയുന്ന അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ, നാളത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ എവറി ഡേ ചോദിച്ച് മക്കൾക്ക് ഓരോ ദിവസവും അഫർമേഷൻസ് കൊടുത്ത് ഈ മക്കളെ ഇതന്നെ ചിന്തിപ്പിച്ച് ചിന്തയിൽ ഇതന്നെ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ഇവർ വിജയിച്ച് ഓരോ കളിയിലും വിജയിച്ച് ലോകത്തെ നമ്പർ 1 താരത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചിട്ട് അവസാനം എന്ത് ചെയ്യാണ്, അവർ നമ്പർ 1 ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹം എങ്ങനെയാണോ പ്രെഡിക്റ്റ് ചെയ്തത് അതുപോലെ എന്തായി, നമ്പർ 1 ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സെറീന വില്യംസ് മാറുകയും വേൾഡിലെ നമ്പർ 1 ചാമ്പ്യനായിട്ട് മാറുകയും അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന വീനസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള കാറ്റഗറിയിൽ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തതുപോലെ, അദ്ദേഹം വിഷ്വലൈസ് ചെയ്തതുപോലെ എക്സാക്ട്ലി സംഭവിക്കുകയും ചെയ്തു. ആ ഒരു സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സോ ഫിലിമിൻ്റെ പേരെന്ന് വെച്ചാൽ കിങ് റിച്ചാർഡ് എന്നുള്ളതാണ്. സോ ഗോ ആൻഡ് വാച്ച് ദാറ്റ് മൂവി. സിനിമ എന്ത് ചെയ്യുക, കാണുക. എന്തിനാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ അതൊരു ഇൻസ്പിറേഷനാണ്, അതൊരു മാജിക് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പ്രോഗ്രാം ചെയ്തു അദ്ദേഹത്തിൻ്റെ മക്കളെ നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തു. നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട്, അത്രയും നെഗറ്റിവിറ്റിയുള്ള സമൂഹത്തിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രോഗ്രാം ചെയ്ത് മക്കൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു വേറെ രീതിയിലേക്ക് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വളരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കുറേ ബ്ലോക്കുകളുണ്ടാവും. എന്നിട്ട് അതിൽ ഈ വെൽത്ത് ബ്ലോക്കിൻ്റെ കാര്യത്തിലേക്ക് അതെങ്ങനെ കണക്റ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഫാമിലിയാണ്. കിടക്കാൻ 5 മക്കളോ, പെൺകുട്ടികൾ 5 മക്കളോ ഉണ്ടെന്ന് തോന്നുന്നു ആ സിനിമയിൽ, 5ഓ 4ഓ ഉണ്ട്. അപ്പോൾ അത്രയും പെൺകുട്ടികൾ, ഫുൾ പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ വെച്ചിട്ട് ഒരു റൂമിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. അപ്പം എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉണ്ടാകും, വറീഡ് ആവണ്ട, നാളെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഓൺ സ്യൂട്ടിലായിരിക്കും, സംഗതികളിലായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൺവിക്ഷൻ, ആ ക്ലാരിറ്റി അത് ഭയങ്കരമാണ്. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൾ വിജയിച്ച് മുന്നേറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് 3 മില്യൻ്റെ ഒരു ഓഫർ വരികയാണ്. 3 മില്യൻ്റെ ഒരു ഓഫർ വരുമ്പോൾ, 3 മില്യൺ ആണെന്ന് തോന്നുന്നു, ഒരു ഓഫർ വരുമ്പം ആ ഓഫർ അദ്ദേഹം പറയാണ്, സമയമായിട്ടില്ല, എൻ്റെ മോൾ ഇതിലും കൂടുതൽ വാല്യുബിൾ ആണെന്ന് എനിക്കറിയാം, ഒരു 6 മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയും. 3 മില്യൻ്റെ ഒരു സ്പോൺസർഷിപ്പ് ഓഫർ വന്നിട്ട് അത് എടുക്കാതെ അദ്ദേഹം എന്ത് ചെയ്യാണ്, മകൾക്ക് പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മകളും അത് നിരസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനിലെ കോൺഫിഡൻസ് വിശ്വസിച്ചിട്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യണം, 6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഓഫറുണ്ട്. ആ ഓഫറിൽ എന്താണ്, 12 മില്യൺ നൈക്കിയുടെ ഓഫർ വരികയാണ്. ലോകത്തെ നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള നൈക്കിയുടെ ഓഫർ വരുന്നു ആ രൂപത്തിലേക്ക്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് അവരുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ സ്റ്റോറി നിങ്ങൾ കേൾക്കുമ്പോൾ
ഇത് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ മക്കളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, കുടുംബത്തിൻ്റെ സാഹചര്യം ഒക്കെ മാറ്റിമറിക്കാൻ പറ്റും. ഇഫ് യു ക്യാൻ ബിക്കം എ റൈറ്റ് പേഴ്സൺ, റൈറ്റ് പാരന്റ്, ശരിയായ രീതിയിലുള്ള ഒരു പാരന്റ് ആയിട്ട്, ഒരു കോച്ചിനെ പോലെ ചിന്തിക്കുന്ന, ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന, സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന, അതിനൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സെഷൻസും സംഗതികളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയെ പോലെ നിങ്ങളുടെ ലൈഫ് മാറി മറിയട്ടെ. ഇന്നത്തെ നമുക്കെന്ത് വെച്ചാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ബ്ലോക്കുകൾ നമുക്കൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഏതൊക്കെയാണ് ബ്ലോക്കുകൾ? പറഞ്ഞതുപോലെ തന്നെ വെച്ചാൽ പണം വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം പോകും അല്ലേ? എന്തൊക്കെ അങ്ങനെയുള്ള കുറേ ബ്ലോക്സുകളല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതൊക്കെ ബ്ലോക്സുകൾ അങ്ങനെയുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളത്? പണം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറച്ച് നെഗറ്റീവ് സാധനങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പം നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ല, കാരണം നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. ബട്ട് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് ഇതിനു മുൻപ് കേട്ടിട്ടുള്ള പണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരം വർദ്ധിക്കും. വേറെ പണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരം. വേറെന്താണ്? പണം വന്നു കഴിഞ്ഞാൽ അഹങ്കാരിയായി പോകും. വേറെന്തോ? അടുത്ത് വരട്ടെ. പണം വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം പോകും. വേറെന്താ ഉള്ളത്? പണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. പടച്ചോനെ മറക്കും. ഓക്കെ, പണം വന്നു കഴിഞ്ഞാൽ പടച്ചോനെ മറക്കും. പിന്നെ വേറെ സമാധാനം കിട്ടില്ല. വേറെന്താ ഉള്ളത്? പണം വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് ഭയങ്കര പ്രയാസമാണ്. ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ വരും. പെണ്ണിന് പണം ഒട്ടും കൊള്ളില്ല. ഷാഹിദ. ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പെണ്ണിന് പണം ഒട്ടും കൊള്ളില്ല. പെണ്ണിൻ്റെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓക്കെ, വേറെന്താണ്? ഓക്കെ, ഇതൊക്കെയാണ് ചിലപ്പോൾ കിട്ടുന്നത്. നിങ്ങളെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഫ്രണ്ട് ലിസ്റ്റ് കൂടും. ഫ്രണ്ട് ലിസ്റ്റ് കൂടും, അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഫ്രണ്ട് ലിസ്റ്റ് കൂടുന്ന പ്രശ്നമാണ് നിങ്ങൾക്കല്ല. അഹങ്കാരം, സമാധാനം. ഓക്കെ, ഒരാൾ പറയുന്നു പണം വന്നു കഴിഞ്ഞാൽ സമാധാനം ലഭിക്കും. ശരിക്കും റിയാലിറ്റി അതാണ്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് പലപ്പോഴും സംഭവിക്കുക. പണം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? ഇത് ആക്ച്വലി പണം വരുന്നതോ അല്ല. നമ്മുടെ അഹങ്കാരവും നമ്മളുടെ സത്യസന്ധതയില്ലായ്മയും നമ്മളുടെ സെൽഫിഷ്നെസ്സും നമ്മളുടെ കാര്യങ്ങളൊക്കെ ആദ്യമേ നമ്മളുടെ ഉള്ളിലുണ്ട്. പണം വരുമ്പോൾ അത് എന്താകുന്നു? ഇരട്ടിയാകുന്നു എന്ന് മാത്രം. പണം വന്നതുകൊണ്ടല്ല നിങ്ങൾ അഹങ്കാരിയായി പോയത്. പണം വരുമ്പോൾ ഇതെല്ലാം ഏത് കാര്യം ജീവിതം അങ്ങോട്ട് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവും. കുറച്ചുകൂടെ ഒന്ന് വലുതാവും. ജീവിതത്തിൻ്റെ ജീവിത രീതി യു സ്റ്റാർട്ട് ടു ലിവ് ലാർജ്. പണം വരുമ്പോൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഹങ്കാരം, ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വലുതാകുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട്. ഇത് പണത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ബേസിക്കലി ഇപ്പോഴും ഇതേ രീതിയിൽ നിങ്ങൾ അഹങ്കാരിയാണ്. ഇതേ രീതിയിൽ നിങ്ങൾ എന്താണ്? പണം വരുന്നതിന് മുൻപ് അഹങ്കാരിയാണ്, സെൽഫിഷാണ്, അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ കാരണം ശരിക്കും എന്താണ്? നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചുള്ള ട്രോമയിൽ നിന്ന് ആ ട്രോമയിൽ നിന്ന് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് പാറ്റേൺ ഉണ്ട്. ആ പെയിനിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അഹങ്കാരമായിക്കോട്ടെ, അഹംഭാവമായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ താഴ്ത്തിക്കെട്ടുന്ന സ്വഭാവമായിക്കോട്ടെ, ഇൻസെക്യൂർഡ് ആയിട്ട് പേടിക്കുന്നതായിക്കോട്ടെ, മറ്റുള്ളവരെ ട്രസ്റ്റ് ഇല്ലാത്തതായിക്കോട്ടെ, മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവമായിക്കോട്ടെ, ഇതെല്ലാം വരുന്നത് നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞുകുട്ടി ഇപ്പോഴും പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ആ കുട്ടിയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ കുട്ടിയെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരുള്ളൂ. അല്ലാതെ പണമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള രീതിയിൽ പിന്നെ കേട്ടൊരു സംഗതിയാണ് പണം ഇന്ന് വരും നാളെ പോകും. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പണം ഇന്ന് വരും നാളെ പോകും, നോ ഡൗട്ട്. വേറൊരു സംഗതി കേട്ടിട്ടുള്ളത് എന്താണ്? ഒരു ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലിമിറ്റ് ബിലീഫ് കേട്ടിട്ടുള്ളത് പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സമാധാനം പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് എന്തെങ്കിലും ഉഡായിപ്പ് കാണിക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ജെനുവിനായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു സംഗതി. എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടത്തണം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന തട്ടിപ്പാണെന്നാ. എല്ലാവരും ചെയ്യുന്ന തട്ടിപ്പാണ്. ആരും ജെനുവിനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ വിശ്വാസം എന്താ അവരെ നയിക്കുക? അവർക്ക് 2 സാധ്യതകളാണുള്ളത്. അവരിനി എന്ത് ചെയ്താലും അതിനൊരു തട്ടിപ്പിന്റെ വശം കൊണ്ടുവരാൻ അവർക്ക് ഒരു മടിയുണ്ടാവില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് അങ്ങനെ. ദാറ്റ്സ് ഓക്കേ എന്നുള്ളതാണ്. ജെനുവിനായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം, ജെനുവിനായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ വേറെ സാധ്യത എന്താണ്? ഇനി എങ്ങനെയെങ്കിലും അവർ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ
തട്ടിപ്പിൻ്റെ രീതികൾ അവർക്ക് അവലംബിക്കാതെ വയ്യ. മറ്റൊരു കാര്യം, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ബിലീഫ് വന്നു കഴിഞ്ഞാൽ തീരെ പണം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് എന്താണ്? തട്ടിപ്പെന്ത് വെട്ടിപ്പെന്ത് ചെയ്യേണ്ടി വരും. അല്ലാതെ എനിക്ക് നടക്കില്ല. കാരണം അല്ലാതെ നടക്കില്ല എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും? അതിലേക്ക് ഇറങ്ങില്ല. അങ്ങനെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നവർ. അപ്പോൾ പലപ്പോഴും ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്നതും ഇതേപോലൊരു സംഗതിയാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളുടെ ലൈഫിൽ എന്ത് ചെയ്യാണ്? ഹ്യൂജ് ചാലഞ്ചസ് വരികയാണ്. ഇനി നമ്മൾ എന്ത് വെച്ചാൽ മണി ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് അടുക്കുകയാണ്. ഈ മണി ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അതായത് ഒരു ഇത്ര എമൗണ്ടേ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയൂ എന്ന ഒരു ചിന്താഗതി. ഇത്ര എമൗണ്ടേ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു സംഗതിയുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു മണി ബ്ലൂ പ്രിന്റ് ഉണ്ട്. നിങ്ങളൊരു എമൗണ്ട് എഴുതി വെച്ചേ. നിങ്ങൾക്കൊരു മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന എമൗണ്ട്. ഒരു മാസം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന എമൗണ്ട്. ആ എമൗണ്ട് എത്രയാണ്? ഒന്ന് എഴുതി വെക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കൂ. ആ പേന എടുക്കൂ. കം ഓൺ, കം ഫോർവേഡ്, റൈറ്റ് ഡൗൺ, ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഓക്കെ, എഴുതി വെക്കുക. എത്രയാണ് ആ എമൗണ്ട്? ഒരു മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി എനിക്കിപ്പം ഒരു 5000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപ, അതല്ലെങ്കിൽ 50,000 രൂപ, അല്ലെങ്കിൽ 1,00,000 രൂപ എനിക്കിപ്പം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ വരുത്താൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന എമൗണ്ടാണ്. ആ എമൗണ്ടാണ് നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ് ആയിട്ട് കിടക്കുന്നത്. ഈ മണി ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ ഉണ്ടാവും നമ്മുടെ മനസ്സിനുള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ള. ആ സംഖ്യ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്കിപ്പോൾ ഏൺ ചെയ്യാൻ കഴിയുന്ന സംഖ്യയാണ്. നമ്മളത് വിശ്വസിക്കുന്ന സംഖ്യയാണ്. നമുക്കത് പോസിബിൾ ആണെന്ന് വിശ്വസിക്കുന്ന സംഖ്യയാണ്. ആ സംഖ്യയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വരുള്ളൂ. ആ സംഖ്യയുടെ വലുപ്പം മാറണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് മാറാത്തിടത്തോളം കാലം അതിന് മുകളിലുള്ള എമൗണ്ട് വരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു സ്ലാബ് സെറ്റായി കിടക്കുന്നുണ്ടാവും. അതിൻ്റെ മുകളിലേക്കാണ് കയറുന്നില്ല. ഹലോ, ശരിയാണോ? ഒരു മാസം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന എമൗണ്ട് എത്രയോ കാലമായിട്ട് അതന്നെ തുടരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ചേഞ്ച് ആയിട്ടുള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത്? കുറേ കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് തന്നെയല്ലേ വരുന്നത്? യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പണം 10,000 റുപ്പീസ്. ഒരാൾ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് അതന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 10,000 12,000 അല്ലെങ്കിൽ ഒരു 8,000 ഇത്ര ഇങ്ങനെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ കളിക്കും. യെസ് ഓർ നോ? അതിനെയാണ് പറയും മണി ബ്ലൂ പ്രിന്റ്. ഇത് ചേഞ്ച് ആവണം. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നൊരു എമൗണ്ട് ഉണ്ട്. നാഫി കണ്ടോ? നാഫി അവരുടെ സുഹൃത്തിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ദാറ്റ്സ് എ റിയാലിറ്റി. നിങ്ങൾ നോക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് നോക്ക്. ഇപ്പോൾ ഒരു 1,00,000 ഏൺ ചെയ്യുന്ന ഒരാൾ മാക്സിമം പോയി കഴിഞ്ഞാൽ മാസം ഒരു 1,00,000 അല്ലെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ മിഡിലിൽ ഒരു നമ്പർ ഉണ്ടാവും. ഈ നമ്പറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് കൂടുതലായിട്ടൊരു ചാട്ടവും ഇല്ല, ഒരു ജമ്പിങ് ഇല്ല. യെസ് ഓർ നോ? കാരണം നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ് അതാണ്. ആ ഒരു റേഡിയസിൻ്റെ ഉള്ളിലാണ് ആ പണത്തിൻ്റെ റേഡിയസ് ഉണ്ട്, ആ നമ്പറിൻ്റെ. അതെത്രയാണെന്ന് നിങ്ങളൊന്ന് എഴുതിയേ. പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടെ ചില ആൾക്കാർക്ക് 10,000 ആണ് മന്ത്ലി. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ എങ്ങനെയൊക്കെയോ നിങ്ങൾ ഒപ്പിക്കും. അത് നിങ്ങൾക്കറിയണോ? അത് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ചാലഞ്ചസ് ഉണ്ട്, വർക്കുകളുണ്ട്. ഇപ്പം നിങ്ങളൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, അധികം ആൾക്കാർ സാധാരണക്കാർ ചിന്തിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാർ ചിന്തിക്കുക എനിക്ക് ഇത്രേ പണമുള്ളൂ. ഓക്കെ, ഇത്രേ എനിക്ക് പണമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ EMI അടക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? EMI അടക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ട് എന്ത് വെച്ചാൽ വണ്ടി എടുക്കില്ല. ഇപ്പോൾ ഒരു 20,000 രൂപ EMI അടക്കണം, അല്ലെങ്കിൽ 50,000 രൂപ EMI അടക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ചില ആൾക്കാർ എടുക്കില്ല. പക്ഷേ നിങ്ങൾ ആ 50,000 രൂപയുടെ അല്ലെങ്കിൽ 20,000 രൂപയുടെ EMI അടക്കേണ്ട ഒരു കാർ എടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഈ മണി ബ്ലൂ പ്രിന്റ് ഷിഫ്റ്റ് ആവുകയാണ്. കാരണം നിങ്ങൾ നിർബന്ധിതനാവുകയാണ്. അഡീഷണൽ 20,000 രൂപ നിങ്ങൾ ഏൺ ചെയ്തേ പറ്റൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ്. സ്വർണ്ണോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഏൺ ചെയ്തേ പറ്റൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ EMI എടുക്കണം, അതാണ് ഒരു മെത്തേഡ് എന്നുള്ളതല്ല. ലോൺ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു പ്രഷറിലേക്ക് പോവുകയാണ്. ആ പ്രഷറിലേക്ക്, സ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റിൻ്റെ ചേഞ്ച് ആകും. എനിക്ക് ഈ മാസം ഇത്ര ചിലവുണ്ട്. നിങ്ങളെ മണി ബ്ലൂ പ്രിന്റിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ നെസസിറ്റിയുടെ അളവാണ്. നെസസിറ്റിയുടെ വാല്യൂ ആണ്. എത്ര നെസസിറ്റി ഉണ്ട് അതിനനുസരിച്ചാണ് നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ് രൂപപ്പെടുക. ഈ നെസസിറ്റിക്കും അപ്പുറത്തേക്ക് പ്രോ ആക്റ്റീവായിട്ട് ഇത് സെറ്റ് ചെയ്യണം.
ഇപ്പം നടക്കുന്നത് റിയാക്റ്റീവ് ആയിട്ടാണ്. നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റിനെ കൺട്രോൾ ചെയ്യുന്നത് റിയാക്ഷൻസ് ആണ്. റിയാക്റ്റീവായിട്ട് നെസസിറ്റി, അത്യാവശ്യമായിട്ട് എനിക്ക് ഈ മാസം കടന്നു പോകാൻ ഇത്ര രൂപയാണ് എനിക്ക് വേണ്ടത് എന്ന ഒരു തിങ്കിങ് ഉണ്ട്, ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സ്വർണ്ണ അതിന് ഇത്ര എമൗണ്ട് വേണം, ആ എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. അത് നടന്നേ പറ്റൂ, അതെങ്ങനെയായാലും നടന്നേ പറ്റൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കളുടെ വിവാഹം നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ചിലപ്പോൾ പണം ഉണ്ടാവില്ല, സംഗതികൾ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ വിവാഹം നടക്കുന്നത്? അവരുടെ മണി ബ്ലൂ പ്രിന്റ് അവർ ചേഞ്ച് ചെയ്യാൻ നിർബന്ധിതരാവാണ്. എങ്ങനെ? നാട്ടുകാർ പറഞ്ഞിട്ട് മകളുടെ കല്യാണം നടത്തണ്ടേന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് ഒരിക്കലും നടക്കില്ല. 5,00,000 വേണ്ടി വരും ചെലവിന്. ഇയാൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് എന്താണ്? പക്ഷേ നാട്ടുകാർ പറയുന്നു ഞങ്ങളൊക്കെ സഹായിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ എന്നിട്ട് കുടുംബക്കാർ പറയുന്നു നമുക്ക് അതിന് വേണ്ട വഴികൾ ചെയ്യാം. സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നടക്കും. അങ്ങനെ ഒരു വിശ്വാസം വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുക? തുനിഞ്ഞിറങ്ങുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ, അതുവരെ ആൾക്കാരോട് സംസാരിക്കാത്ത ആൾ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് വിളിച്ച് ക്ഷണിച്ച് സംസാരിച്ച് സംഗതികൾ ചെയ്യുന്നു. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന കല്യാണക്കുറിയും സംഗതികളും കാര്യങ്ങളൊക്കെ വെക്കുന്നു. ഇതൊക്കെ വെക്കാൻ, ഇതൊക്കെ ചെയ്യാനുള്ള, ഇത്രയും കാലം ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച ആൾ എങ്ങനെ ഇതെല്ലാം പിന്നെ ചെയ്യുന്നത്? വേറെ വഴിയില്ല. നെസസിറ്റി, റിയാക്ഷൻ, മനസ്സിലാവുന്നുണ്ടോ? റിയാക്റ്റീവായിട്ട് അതിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്. ഒരു പണവുമില്ല കയ്യിൽ. കയ്യിലൊരു പണമില്ലാതെ നിൽക്കുന്ന ചില ആൾക്കാരെന്ത് വെച്ചാൽ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റായി. അവർ പറയുകയാണ് 10,00,000 രൂപ ഓപ്പറേഷന് വേണം, അല്ലെങ്കിൽ 5,00,000 രൂപ ഓപ്പറേഷന് വേണം. എന്ത് ചെയ്യും? വഴിയില്ല, മുട്ടി. അവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു അത്യാവശ്യമാകുമ്പം ജീവൻ പോകുന്ന ആ സമയത്ത് മനുഷ്യൻ എത്തുന്ന ഒരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അങ്ങ് തീരുമാനം എടുക്കുകയാണ്. എങ്ങനെയെന്നുള്ളതൊക്കെ പിന്നെ നോക്കാമെന്നാണ് പറയുക കൂടെയുള്ള ആൾക്കാരൊക്കെ. ആ നോക്കാമെന്ന് പറയുന്നതിൽ അത് നടത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട്, ഈ പണം നിങ്ങൾക്ക് എവിടുന്നും വന്നോട്ടെ, നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ട് ക്യാഷായിട്ട് വേണം എന്ന് ചിന്തിക്കരുത്. അതിന് പകരം നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നാൽ മതി, ആ കാര്യം നടന്നാൽ മതി, സംഗതികൾ നടന്നാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി വീണ്ടും അതേ സിറ്റുവേഷനിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ഇതൊക്കെ ഇതെനിക്ക് നല്ലതിനാണ്, ഈ ഒരു അവസ്ഥ എനിക്ക് നല്ലതിനാണ്, ഈ ഒരു അത്യാവശ്യ അവസ്ഥ എനിക്ക് നല്ലതിനാണ്, ഇതെന്നെ സഹായിക്കും, ഇതെന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഇതെന്നെ ഡ്രൈവ് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് അറിവും ഞാൻ പണിയെടുക്കാൻ തയ്യാറായാൽ മതി, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ തയ്യാറായാൽ മതി, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള നോളജ് വർദ്ധിപ്പിക്കാൻ തയ്യാറായാൽ മതി എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? പണിയെടുക്കാൻ തയ്യാറുള്ള, തളർന്നിരിക്കാതെ പണിയെടുക്കാൻ തയ്യാറുള്ള, എന്ത് പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ പോലും പണിയെടുക്കാൻ തയ്യാറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം മുട്ടുന്ന വാതിൽ തുറക്കപ്പെടും, അദ്ദേഹത്തിന് വഴികൾ റെഡിയാകും, അദ്ദേഹം ശരിക്കും എന്താ പറയുക, ലൈഫിൽ രക്ഷപ്പെടാനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും? മാറി വരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡു യു അഗ്രി വിത്ത് മീ? യെസ്? വെരി ഗുഡ്. അതങ്ങനെയാണ്. നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഈസ് ഇറ്റ് ഈസി? നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് ഈസ് ഇറ്റ് ഹാർഡർ ടു ലിവ് ലൈക്ക് ദിസ് ഫോറെവർ? ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ഈ ജീവിക്കാൻ പ്രയാസമാണോ? അതിലേറെ ബുദ്ധിമുട്ടാണോ? അതിലേറെ ടെൻഷനാണോ? അതിലേറെ പ്രയാസങ്ങളാണോ? ഇതൊരിക്കലും തീരുന്നില്ല. വി ഹാവ് ടു ഫേസ് ഇറ്റ്. ലൈഫിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ, ബുദ്ധിമുട്ടുകളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, നമുക്ക് നല്ലൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിലുള്ള സാഹചര്യം മാറി വരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാണെന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പണിയെടുത്തേ പറ്റൂ, കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ, മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ, എന്നെ ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റൂ, ഞാൻ കോഴ്സ് പഠിച്ചേ പറ്റൂ. പെയ്ഡ് ആയിട്ടാണെങ്കിലും കോഴ്സുകൾ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് ഞാൻ റിസ്ക് എടുത്ത് സംസാരിച്ച് പഠിച്ച് ഇരുന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ആൾക്കാരെ പോയി മീറ്റ് ചെയ്ത് സംസാരിച്ച് വീണ്ടും വർക്കൗട്ട് ചെയ്ത് ചെറിയ ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് ചിലപ്പോൾ പൊട്ടിപ്പോയി, വീണ്ടും ഒരു ബിസിനസ് തുടങ്ങി, അതും പൊട്ടിപ്പോയി, വീണ്ടും ഒരു ബിസിനസ് തുടങ്ങി, അതിൽ നിന്ന് അങ്ങനെ ട്രൈ ചെയ്ത് എഗെയിൻ എനിക്ക് പതിയെ റെഡിയായി പലതും ചെയ്തു, അതും ചെയ്തു, ഇതും ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി സംസാരിച്ച് കാര്യങ്ങൾ ചെയ്ത് എന്താച്ചാ വേണ്ടത് ചെയ്യാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, സമർപ്പണ ബോധം, അത് ഈഗോ മാറ്റി വെച്ചിട്ട്, ഇമേജ് മാറ്റി വെച്ചിട്ട്, നമ്മുടെ സംഗതികൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട് എങ്കിൽ, ആ സമർപ്പണ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചോളം എ കൺവിക്റ്റഡ് മാൻ എ മാൻ വിത്ത് എ കൺവിക്ഷൻ, വിത്ത് എ കൺവിക്ഷൻ കൻ നോട്ട് ബി ഡിഫീറ്റഡ് എന്ന് പറയാം. ആൻഡ് അതെന്താ വെച്ചാൽ ഈ യൂണിവേഴ്സിന് ഒരു മനുഷ്യൻ, കാരണം യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്, ആ മനുഷ്യന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഒരു എ മാൻ വിത്ത് എ കൺവിക്ഷൻ കൻ നോട്ട് ബി ഡിഫീറ്റഡ്. അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല, അയാളെ പിടിച്ചാൽ കിട്ടില്ല. കൺവിക്ഷനോട് കൂടിയിട്ടുള്ള ഒരുങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല. യു ജസ്റ്റ് ബി ദാറ്റ്. അതിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക.
എങ്ങനെ, എപ്പോ, എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. എവിടെ യാത്ര ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. എത്ര പണം കൊടുത്ത് പഠിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഏത് കോഴ്സ് പഠിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ആം റെഡി ടു ഗോ ത്രൂ ദാറ്റ്. ഐ ആം റെഡി ടു ഇൻവെസ്റ്റ്. ഐ ആം റെഡി ടു ടേക്ക് റിസ്ക്. ഞാൻ ആരോട് കടം വാങ്ങിച്ചിട്ടാണെന്ന് അറിയില്ല. ഞാൻ ഏത് രീതിയിലാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് എനിക്കറിയില്ല. ബട്ട് ഐ ആം റെഡി ടു ഡു ദാറ്റ് എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒരു പൈസ ഇല്ലാത്തിടത്തുനിന്ന് പണം വരാനുള്ള വഴികൾ, ആശയങ്ങൾ, സംഗതികൾ വരും. നിങ്ങൾ തിങ്ക് ചെയ്യുക, ചിന്തിക്കുക. ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ മൈൻഡ്? എങ്ങനെ എന്നെ ചേഞ്ച് ചെയ്യുക? നിങ്ങളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുക. വിശ്വസിച്ച കാര്യങ്ങളൊക്കെ പലതിനെയും ചോദ്യം ചെയ്യുക. നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിട്ടുള്ള പണത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ, സംഗതികൾ, ബിസിനസ്സിനെ കുറിച്ച് അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള അറിവുകൾ നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾക്കറിയാത്ത, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുടെ അറിവ് മനുഷ്യനെ സ്വതന്ത്രനാക്കും. എന്തിൽ നിന്ന്? സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള, അറിവില്ലായ്മ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ജയിലുണ്ട്, പ്രിസണുണ്ട്. അതിൻ്റെ ഉള്ളിൽ തടവിലാണ് നമ്മളൊക്കെ. നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഇന്നത്തെ കാലത്താണ് ഈ പറഞ്ഞിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എനിക്ക്, അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇവിടെ ജസ്റ്റ് സംസാരിക്കുമ്പോൾ അവിടെ കേൾക്കാൻ പറ്റുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യമുണ്ട്. ഈ ഒരു പോസിബിലിറ്റി പണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നത്. ഇന്ന് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, സംഗതികളുണ്ട്. പോയിട്ട് പഠിക്കുക. അല്ലാതെ ബാക്കിയുള്ള അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് സമയം കളയാതെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വീഡിയോ കാണണം, ഏത് കോഴ്സ് കാണണം, ഏത് സ്കിൽ ഡെവലപ്പ് ചെയ്യണം, ഏത് കാര്യങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ പണം എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഈക്വൽ ടു ദ വാല്യൂ യു ഹാവ്. നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത്, മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു നമ്പർ പോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പണം അങ്ങനെ കിടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ വിശ്വാസം മാറണമെങ്കിൽ, ആ ബിലീഫ് സിസ്റ്റം, ആ പണത്തിൻ്റെ ആ നമ്പറിൻ്റെ സൈസ് എക്സ്പാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നോളജിൻ്റെ, അറിവിൻ്റെ, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കണം. കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോഴാണ് ആ ബ്ലൂ പ്രിൻ്റ് എക്സ്പാൻഡ് ആവുള്ളൂ. കോൺഫിഡൻസ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവ് എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങളുടെ മൂല്യം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വേറൊരാൾക്ക് എത്ര കണ്ട് മൂല്യപ്പെട്ട വ്യക്തിയാണ്. വേറൊരാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കാൻ കഴിവുള്ള, അവരെ ആനന്ദിപ്പിക്കാൻ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ കൂടുന്നത്. മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വാല്യൂ കൂടണം. ആ വാല്യൂ അവർക്ക് തോന്നുന്ന ഭയങ്കരം വാല്യൂ ഉള്ള, പ്രൈസ്ലെസ് വാല്യൂ ഉള്ള ആളായി മാറുമ്പോൾ പ്രൈസ്ലെസ് ആയിട്ടുള്ള മണി ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. അൺലിമിറ്റഡ് ഫ്ലോ ഓഫ് മണി നിങ്ങളിലേക്ക് വരും. അതിനെന്താ വേണമെന്ന് വെച്ചാൽ ആ അറിവും കഴിവും ഷാർപ്പൺ ചെയ്ത് മൂർച്ച കൂട്ടി കൊണ്ടുവരണം. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ കൂടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാനും മറ്റുള്ളവർക്ക് അതിനുള്ള നോളജ്, അത് ഏതെല്ലാം രീതിയിലുള്ള നോളജാണോ, ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കേപ്പബിൾ ആവണോ. ആസ് എ ബിസിനസ് മാൻ നിങ്ങൾ കേപ്പബിൾ ആവേണ്ടി വരും. ആസ് എ ഒരു ടീമിനെ ചിലപ്പോൾ ബിൽഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് പേരുടെ ഇത്രയും വാല്യൂ ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പറയാം, നിങ്ങൾക്കൊരു മില്യനെയർ ആവണോ, മില്യൺസ് വാല്യൂ ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ മില്യൺസ് വാല്യൂ വരുന്ന രീതിയിൽ ആൾക്കാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ആ കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പം നിങ്ങൾ 50,000 ആണ് അല്ലെങ്കിൽ 20,000 ആണ് ഏൺ ചെയ്യുന്നത്. നിങ്ങൾ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 20,000 50,000 ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയും വാല്യൂ ഉള്ള പ്രോബ്ലംസേ സോൾവ് ചെയ്യുന്നുള്ളൂ. അത്രയും ഉള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തുന്നുള്ളൂ. അതിലേറെ വലിയ എമൗണ്ട് നിങ്ങളിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വാല്യൂ കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം, ഒന്നുകിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇത് മില്യൺസ് വാല്യൂ ഉണ്ട് എങ്കിൽ, ആ മില്യൺസ് വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, അവർ നിങ്ങളെ വാല്യൂ കൽപ്പിക്കും. ആ രീതിയിൽ ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് തന്നെയാണ് എങ്കിലും ഇത് എന്ത് ചെയ്യണം, ഇത് ഏത് രീതിയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ മെത്തേഡ് ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ ടീം വേണ്ടി വരും, നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണ്ടി വരും, നിങ്ങൾ ചിലപ്പോൾ ഓഫീസസ് തുടങ്ങേണ്ടി വരും, നിങ്ങൾ ചിലപ്പോൾ അടുത്ത രീതിയിലേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ കോഴ്സ് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും, സംഗതികൾ ചെയ്യേണ്ടി വരും. വട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ പ്രോഡക്റ്റ്. എന്താണോ ചെയ്യേണ്ടത് ആ സംഗതികളിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്കിൽ സെറ്റ്. ഇതില്ലാതെ ചേഞ്ച് ചെയ്യാതെ നടക്കില്ല. ആൻഡ് ദാറ്റ്സ് ഹൗ യു കംപ്ലീറ്റ്ലി റിമൂവ് ദ ബ്ലോക്സ്. നിങ്ങൾക്ക് പണം വരാനിരിക്കുന്ന ആ ബ്ലോക്സുകൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ റിമൂവ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക,
എനർജിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യലാണ്. വെൻ യു ഫോക്കസ് ഇൻ ടു സംതിങ്, വെൻ യു ഫോക്കസ് ഇൻ ടു ക്രിയേറ്റിംഗ് വെൽത്ത്, വെൻ യു ഹാവ് എ തോട്ട്സ് ആൻഡ് മൈൻഡ് ആൻഡ് ഫോക്കസ് പുട്ടിങ് ഇൻ ടു ദാറ്റ് കോർ ഓഫ് ദാറ്റ് വെൽത്ത് എന്ന് പറയുന്ന, സമ്പത്ത് എന്ന് പറയുന്ന ആ തോട്ടിലേക്ക്, ആ ചിന്തയിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആ തോട്ട് കൊടുക്കാനുള്ള പ്രോസസ്സാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടി വരും. അത് ഇമ്പാക്റ്റ് എക്സ്പാൻഡഡ് ആയിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തും. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യും. കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ പണം, കൂടുതൽ വ്യക്തികൾ, കൂടുതൽ കസ്റ്റമേഴ്സ്, കൂടുതൽ ക്ലയൻസ്, മോർ മണി വിൽ കം ടു യു ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. ആൻഡ് ദിസ് ഇസ് എ വെരി പ്രാക്ടിക്കൽ വേ. Do you agree with me? Can you understand? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഈസ് ഇറ്റ് ചേഞ്ചിങ് യു? ഈസ് ഇറ്റ് എഫക്റ്റിങ് യു? ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? എഫക്റ്റ് ചെയ്യണം. ഈസ് ഇറ്റ് ഷിഫ്റ്റിംഗ്? ഈസ് ഇറ്റ് വാവ്? Then comment down wow. Is it amazing? Just comment down wow. Amazing. Definitely. Come on, guys. I can have some appreciation if it is really helping you. All right? So, yes. ഞാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണ്ട. Just comment down. Just keep appreciating me so that I can give you more. Okay? All right. Very good. നിങ്ങൾ ചില ആൾക്കാരൊക്കെ നല്ല പിഷ്കന്മാരാട്ടോ. ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ തമാശ. It's so effective. You're always amazing, sir. Thank you. All right. So, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ വേ യു ചേഞ്ച്. നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ മണി ബ്ലൂ പ്രിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. റെഡി ആണല്ലോ? ഷിഫ്റ്റ് ചെയ്യാനുള്ള കുറേ മെത്തേഡുകൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്തിരിക്കണം. യു ഹാവ് ടു ഷിഫ്റ്റ്. അത് ഷിഫ്റ്റ് ചെയ്തേ പറ്റും. സോ ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഈസ് യുവർ മണി ബ്ലൂ പ്രിൻ്റ്? നിങ്ങളുടെ മണി ബ്ലൂ പ്രിൻ്റ് എന്താണെന്നുള്ളത് ചോദിക്കും. ഇതൊരു എക്സസൈസ് ആണ്. എത്രയാണ് ആ എമൗണ്ട്? സ്ഥിരമായിട്ട് ഇങ്ങനെ കളിക്കുന്ന എമൗണ്ട് ഉണ്ട്. അത് എക്സ്പാൻഡ് ചെയ്യാൻ അടുത്ത ക്വസ്റ്റൻ ഇതാണ്, വാട്ട് ക്യാൻ ഐ ഡു ടു എക്സ്പാൻഡ് മൈ മണി ബ്ലൂ പ്രിൻ്റ്? എൻ്റെ മണി ബ്ലൂ പ്രിൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് എത്ര രൂപയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം ഇപ്പോൾ ഉള്ളതിൽ നിന്ന്? ഇപ്പം എത്രയാണ് എമൗണ്ട്? എഴുതിയേ. ഹൗ മച്ച് ഇസ് ഇറ്റ്? റിയലി മോട്ടിവേറ്റിംഗ്. ഓക്കെ, മാറ്റണം എന്നുണ്ടായതുകൊണ്ടല്ലേ സാർ ക്ലാസ് കേൾക്കുന്നത്? വെരി ഗുഡ്, എനിക്കറിയാം. എന്നാലും ഒരു രസത്തിന് ചോദിക്കുകയാണ്. ഇത്ര കരുതിയാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. സോ 5 lakhs per month, 50 പറയുന്നത് 5 lakhs per monthലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയാണെന്നുള്ളത് നോക്കണം. ഇപ്പം എത്രയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശാല നോക്കുക. അതിൽ നിന്ന് 5 lakhsലേക്ക് പോകണം. ഇപ്പോൾ 10,000 ആണെങ്കിൽ 5 lakhsലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയൊരിക്കൽ ഷിഫ്റ്റ് സംഭവിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്ക്, എത്ര ഇരട്ടിയാണ് 10,000-ൻ്റെ എത്ര ഇരട്ടിയാണ് 5 lakhs? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഹൂ ഇസ് ഗുഡ് അറ്റ് മാത്സ്? സംബഡി പ്ലീസ് ജസ്റ്റ് കമൻറ്റ് ഡൗൺ. 10,000-ൻ്റെ എത്ര ഇരട്ടിയാണ് 5 lakhs? ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ജസ്റ്റ് കമൻറ്റ് ഡൗൺ. 50 times. ഓക്കെ, 50 times. 200 times എന്ന് പറയുന്നത് ചില ആൾക്കാർ. ഓക്കെ, 50 times or 200 times? 50 times or 100 times? I don't know exactly. Okay, 100 times. 100 times or 50 times needs calculator. Just take the calculator and comment. ഇവിടെ എത്ര പേരുണ്ടെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ എത്രയാണ്? ഹൗ മച്ച്? 500 times ഒരാൾ പറയുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, അത്ര ഇരട്ടി. ഓക്കെ, അത്ര ഇരട്ടി എന്താണ്? നമ്മൾ എന്ത് ചെയ്തേ പറ്റും? നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. 50 ഇരട്ടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഒരിരട്ടി, 2 ഇരട്ടി അല്ല. 10,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ 5 ലക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത്ര ഇരട്ടി ഇമ്പ്രൂവ് ചെയ്യണം. 50 ഇരട്ടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? 50 ഇരട്ടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഏതിലാണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നോളജും സ്കില്ലും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് 10,000 നേടിച്ചു തരുന്നത്. അത് 5 ലക്ഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അത് 20,000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി, 25 times. അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 1 ലക്ഷം ലഭിക്കുന്നുണ്ടെങ്കിൽ 5 times നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ആ 5 times ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണ്? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ തുടക്കത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ 10,000 കിട്ടാൻ, 20,000 കിട്ടാൻ, 50,000 കിട്ടാൻ, ആ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ അത്ര പ്രയാസം ഉണ്ടാവില്ല. എന്ത്? ഇതിനൊക്കെ ഓരോ മൈൽ സ്റ്റോൺ പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന 10,000 ആണെന്നുണ്ടെങ്കിൽ അടുത്ത 20,000-ത്തിലേക്ക് കുറച്ചധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കാരണം ഇതിൻ്റെ ഡബിളാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ
20,000-ൽ നിന്ന് 50,000-ലേക്ക് പോകാൻ ആ 20,000-ന്റെ ഒരു ഡബിൾ എഫേർട്ട് വരില്ല. കാരണം ഓൾറെഡി 20,000 നിങ്ങൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ മതി. മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് അത്രയും കാലത്തെ സംഗതികൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ ഫാസ്റ്ററാവും, ബെറ്ററായി മാറും, ഈസി ആയിട്ട് മാറും. കാരണം നിങ്ങൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. 1% ഇമ്പ്രൂവ്മെൻറ്റ്സ് പെർ ഡേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 365% ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ആഫ്റ്റർ 1 ഇയർ സംഭവിക്കുന്നത്. സ്വർണ്ണം 365% ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും. ഇവിടെ 50 ഇരട്ടിയാണ് പറഞ്ഞത്. 365% എന്താ പറയുക ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. 1% നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സിലാണ് കാര്യം. സോ വാട്ട് യു ക്യാൻ ഡു ടു എക്സ്പാൻഡ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്? എഴുതി വെച്ചോ. 4-5 ക്വസ്റ്റ്യൻസ് എഴുതിച്ചോ. വാട്ട് യു ക്യാൻ ഡു? നിങ്ങൾക്ക് എന്തെല്ലാം, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു കാര്യമല്ല, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ് എക്സ്പാൻഡ് ചെയ്യാൻ? ഏത് കോഴ്സ് പഠിക്കാൻ പറ്റും? എഴുതി വെച്ചോ. ഏത് കോഴ്സ് പഠിക്കാൻ പറ്റും? ഏത് ബന്ധം ഉണ്ടാക്കാൻ പറ്റും? ഏത് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും? കാരണം നമ്മളുടെ ബ്ലോക്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റൈറ്റ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകൾ വേണം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? നല്ല കൂട്ടുകെട്ടുകൾ വേണം, നല്ല കണക്ഷൻസ് വേണം. അതിലൂടെയാണ് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? വാട്ട് വി ക്യാൻ ഡു? ഏത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ഏത് കോഴ്സ് പഠിക്കാൻ പറ്റും? ഏത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സെയിൽസ് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? ബിസിനസ് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? ലീഡർഷിപ്പ് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? വാട്ട് യു ആർ സോ ബാഡ് അറ്റ്? നിങ്ങൾക്ക് പണം വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് നല്ല കച്ചവടം ചെയ്യാൻ അറിയാം, ബിസിനസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ പല സംഗതികളും ചെയ്യാൻ അറിയാം. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടായിരിക്കും ബിസിനസ് പണം നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പണം മാനേജ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവില്ല. സോ വിത്ത് ഹും ഐ ഷുഡ് ഗെറ്റ് ഹെൽപ്പ്, അല്ലെങ്കിൽ ഫ്രം ഹും ഐ ഷുഡ് ഗെറ്റ് ഹെൽപ്പ്, വിത്ത് ഹും ഐ ഷുഡ് കൊളാബറേറ്റ് ഓർ അസോസിയേറ്റ്? ഞാൻ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യേണ്ടത്? ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള $1 million ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ സ്മാർട്ടായിട്ട് മാറുന്നു. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ വെൻ വിൽ ഐ ഡു ഇറ്റ്? ഞാൻ എന്ന് മുതൽ അത് ചെയ്യും? ഓരോ പ്ലാൻസിനും എന്ന് മുതൽ ഞാൻ ചെയ്യും? ആൻഡ് വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ എന്തിനു ചെയ്യണം? ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ആൻഡ് വാട്ട് ഇഫ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്? വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്? ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് നഷ്ടമാണ് എനിക്കുണ്ടാവുക? ഞാൻ ഇവിടെ തന്നെ സ്റ്റക്കായിരിക്കും, എൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല, ഇങ്ങനെയായിരിക്കും. പല ആൻസേഴ്സും ഉണ്ടാവും. ആൻഡ് ഹൗ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്? എങ്ങനെയാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്? ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? വെൻ വിൽ ഐ ഡു ഇറ്റ്? ഹൗ വിൽ ഐ ഡു ഇറ്റ്? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇഫ് ഐ ഡു ഇറ്റ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് മൈ ഫാമിലി വിൽ ഗെറ്റ്? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ യു വിൽ ഹാവ് എ ക്ലാരിറ്റി. Ask these questions. Comment down. Thank you for questions. Just comment because this is really powerful. Okay, just comment on powerful. Just comment on powerful. These questions are powerful. Q powerful. Just comment down. Q powerful. മനസ്സിലാവുന്നുണ്ടോ? Just comment on powerful. Please repeat the questions. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. How can I do it? When will I do it? What are the things that I can do it? പിന്നെ എക്സൈറ്റഡ് റിയലി. ജെറി ജോർജ്, നമ്മുടെ ഫ്രീ സെഷൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ പെയ്ഡ് പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? യു ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? വരാൻ ശ്രമിക്കുക. മിറർ നോക്കി ചോദിക്കും ഞാൻ. മിറർ നോക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല, മിറർ ചോദിച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല. അത് ചോദിക്കാം നമുക്ക്, പക്ഷേ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യണം, എഴുതണം. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇന്ന് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ട് എഴുതി തയ്യാറാക്കണം. You got it? Write down. What can be done? It will change my life. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. You want more questions? Comment more. One more question, which is so powerful. സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന, അവരുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. അതിനുള്ള ഉത്തരങ്ങൾ അവർ കണ്ടെത്താൻ. Comment down more. I will give you one more. One more. Okay? I will give you. Just comment down more. Comment down more. I want everybody to comment more. Okay? Okay. All right. ആരൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്? മോർ മോനെ. യെസ്, ഐ എം ഗിവിങ് യു മോർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് what is the one skill? What is the one skill
if I develop that skill, which will have an impact, a huge impact in my life, especially in coming 2 to 3 years. അടുത്ത 3 വർഷത്തിനുള്ളിൽ എൻ്റെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് ഉണ്ടാക്കുന്ന, ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ട ഒരേ ഒരു സ്കിൽ എന്താ? അടുത്ത 3 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ, അത് അങ്ങനെ ചോദിക്കട്ടോ, 6 മാസത്തിനുള്ളിൽ, അതിലേക്കൊക്കെ മാറ്റാം. ഇതേ ക്വസ്റ്റ്യൻ, ഇതേ ടൈം ലൈൻ ചേഞ്ച് ചെയ്തിട്ട് ചോദിക്കാം. അടുത്ത 3 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന, എനിക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന, എനിക്ക് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാൻ സഹായിക്കുന്ന ഒരു വൺ സ്കില്ലുണ്ട്. ആ സ്കിൽ ഏതാ? പെട്ടെന്ന് ഉത്തരം കിട്ടൂല. ഏത് സ്കിൽ? അപ്പം നിങ്ങൾ സ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ഒന്നും കൂടി ചോദിച്ചു, ആ സ്കിൽ ഒന്നും കൂടി വ്യക്തമാവാൻ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അടുത്ത ചോദ്യം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ എനിക്ക് കഴിയുന്ന എൻ്റെ അടുത്തുള്ള ഒരു സ്കില്ലുണ്ട്. ആ സ്കിൽ എന്താണ്? ആ സ്കില്ലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്കില്ലുണ്ട് എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, ഇങ്ങനെയും ചോദിക്കാം, ചിലപ്പോൾ ആ സ്കിൽ ഒറ്റയടിക്ക് ഡയറക്റ്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, എന്നെ പോലത്തെ ഒരാൾക്ക് ക്ലാസ് എടുക്കാൻ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സംഗതികളാണ്. ഇതല്ലാത്തൊരു സംഗതി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അല്ല അക്കൗണ്ടിങ് സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസിങ് സ്കില്ലായിരിക്കാം, അതെന്തും ആകാം. ഓർഗനൈസിങ് സ്കില്ലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങാം, അല്ലേ? ഇവൻ്റ് ഓർഗനൈസ് ചെയ്യാം. പല സ്കില്ലുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിലേക്ക് ഉപയോഗിക്കാവുന്ന എൻ്റെ ഒരു സ്കില്ലുണ്ട്. ആ സ്കിൽ എന്താണ്? ഇങ്ങനെയും ചോദിക്കാം. മനസ്സിലാവുണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ ഓപ്പൺ ആക്കി തരുന്നത്? വഴികളാണ്. ഡോർ ഓപ്പൺ ആക്കി തരാൻ. ക്രിയേറ്റീവ് ആവുകയാണ് നിങ്ങൾ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. യു ഗോട്ട് ഇറ്റ്? ഗെറ്റ് ബ്രില്യൻ്റ് അറ്റ് ആസ്കിങ്. ചോദിക്കുന്നതിൽ അതിവിദഗ്ധന്മാരാണ്. ഒന്ന് കമൻറ്റ് ചെയ്തേ. ഗെറ്റ് ബ്രില്യൻ്റ് അറ്റ് ആസ്കിങ്. കമൻറ്റ് ഡൗൺ ബ്രില്യൻ്റ്. ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബ്രില്യൻ്റ് ഇഫ് യു അഗ്രി വിത്ത് മീ. Just brilliant. This is really brilliant. These questions are amazing. These questions are really brilliant. Brilliant. Awesome. Very good. So, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മണി ബ്ലൂ പ്രിൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് പ്രതീക്ഷകൾ വരും, എക്സൈറ്റ്മെൻറ്റ് വരും. ഇപ്പം തന്നെ സംഭവിക്കുന്നുണ്ടോ? യെസ്. ഇസ് ഇറ്റ് ഹാപ്പനിങ് ഓൾറെഡി? ഇസ് ഇറ്റ് എക്സ്പാൻഡിങ് ഓൾറെഡി? യെസ്. Am I helping you? Really encouraging and focused. Very good. So this is brilliant. So this is just a work that we are doing. This is a sample that we are doing. നാളെ ആരംഭിക്കുന്ന പ്രോഗ്രാമിലേക്ക് വാ. ഇതൊന്നും ഒന്നുമല്ല. ഇതിൻ്റെയൊക്കെ തുടർച്ച അവിടെയാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്കി അവിടെയാണ് നടക്കുന്നത്. Come and join the program. We will change the entire blueprint you have. We will change the entire mindset you have. And we can work towards a better future. ബെറ്റർ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ വരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കമൻ ആൻഡ് അറ്റൻഡ് ആൻഡ് ബി പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ വന്നിട്ട് ഇതേപോലെ സീരിയസ് ആയിട്ട്, അതിൽ വരുന്ന ആൾക്കാരാണ് സീരിയസ് ആയിട്ട് പണം ഉണ്ടാക്കണം, ലൈഫ് രക്ഷപ്പെടണം, സാമ്പത്തികമായിട്ട് മാറണം, ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, സംഗതികൾ ബിൽഡ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ബഡി ലേണിംഗ് നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്വന്തം ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. I want you to come and join. I'm bloody serious about that. If you are bloody, are you bloody serious about your changing your life? നിങ്ങളുടെ പണം ഉണ്ടാക്കണം, സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആണോ? സീരിയസ് ആണോ? Are you serious? Just comment down yes. If you are serious. If you are bloody serious, just comment down be yes. Bloody serious. Just comment down be yes. Already joined. Very good. Congratulations, Anisa. Already joined. Aisha Mila, I think you are already joined, I think. Congratulations. Yes, yes, very good. സോ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ബി ബ്ലഡി സീരിയസ്. ഷോ മീ, പ്രൂവ് ദാറ്റ് നിങ്ങൾ സീരിയസ് ആണ്.
അതെങ്ങനെയാണ്? നമ്മൾ സീരിയസ് ആണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ളതല്ല സീരിയസ്നെസ്. ഇരുന്ന് കേൾക്കാം, പ്ലാൻ ചെയ്യാം എന്നുള്ളത് മാത്രം പറ സീരിയസ്. അതിനു വേണ്ടി റിസ്ക് എടുക്കാൻ, അതിനു വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് അടച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് വേണം. 1 by 1 ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള നോളജ് വേണം. ഇപ്പം നമ്മൾ 4 ദിവസമായിട്ട് ഇവിടെ ഒരു ഡെപ്ത് നടത്തുന്നുണ്ട്, ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡെപ്ത് ഒന്നുമല്ല, സീരിയസ് ആയിട്ട് നമ്മളൊരു കോഴ്സിലേക്ക് വരുമ്പോൾ വാട്ട് യു വിൽ ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. സോ കം ആൻഡ് ജോയിൻ വിത്ത് മീ ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എന്ത് ഇവിടെ നമ്പർ ഓൾറെഡി പറയുകയാണ്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 8086007775 എന്ന നമ്പറിലേക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അഡ്മിൻ പ്ലീസ് ഹെൽപ്പ് മീ ദർ. ജസ്റ്റ് ഓർ ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. 8086880775 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്ക്രീൻഷോട്ട് അയക്കാൻ, പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. എന്നിട്ട് എന്ത് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് 8086880774. ഇവിടെ ജലാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഗൂഗിൾ പേ ചെയ്താൽ മതി. 1399 രൂപ. ഈ 1399 നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 1 CR ക്രിയേറ്റ് ചെയ്യാനുള്ള, 3 CR ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസാണ് തരാൻ പോകുന്നത്. അത് ആ 3 CR നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ 1 CR 3 CR ഒന്നും വേണ്ട സാറേ, എനിക്കൊരു 10 ലക്ഷം മതി, എനിക്കൊരു 5 ലക്ഷം മതി, എനിക്കൊരു 50,000 കിട്ടിയാൽ മതി, എന്നാൽ തന്നെ ഞാൻ ഹാപ്പി. ഐ നോ യു ക്യാൻ ക്രിയേറ്റ് ദാറ്റ്. ബിക്കോസ് ആ മൈൻഡ് സെറ്റ് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇപ്പം തന്നെ തന്നിട്ടുള്ള നോളജ് വെച്ചിട്ട്, സംഗതികൾ വെച്ചിട്ട് ജസ്റ്റ് ഹൗ മച്ച് യു ക്യാൻ. സോ പേയ്മെൻറ്റ് എത്രയുള്ളൂ? 1399 രൂപ. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. കം ഓൺ, ഷുഡ് ഐ ഡു ഇറ്റ്? ചിന്തിച്ച് നിൽക്കരുത്, വരിക, പങ്കെടുക്കുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. 2011 ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ആകെ 2200 രൂപയാണുള്ളത്. 2200 രൂപയായിട്ട് ഞാൻ കൊച്ചിയിലേക്ക് എന്ത് ചെയ്യണം, ഡോക്ടർ പി പി ജൻ സാറിൻ്റെ പ്രോഗ്രാമിന് പോവാണ്. ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അവരെന്നോട് പറയുകയാണെന്ന് വെച്ചാൽ 1000 രൂപയാണ് എൻട്രി ഫീ. അന്ന് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കാര്യങ്ങൾ നടത്താൻ, എനിക്ക് മാസവാടക കൊടുക്കണം, ഒരു അക്ഷയ സെൻറ്റർ നടത്തിയിട്ട് പൊട്ടിയിരിക്കുക, ഞാൻ 2 ലക്ഷം കടത്തിലൊക്കെ ഇരിക്കുക. അതിൻ്റെ റെൻറ്റ് കൊടുക്കാനുള്ള ക്യാഷ് പോലും ഇല്ലാത്ത ഞാൻ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ഒരു ശനിയാഴ്ചയാണ് ഈ പ്രോഗ്രാമിൻ്റെ പരസ്യം കണ്ടത്. ഞാനിങ്ങനെ കിടക്കുകയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഇപ്പം ഞാൻ ഇതിന് പോയി കഴിഞ്ഞാൽ ഉള്ള പൈസയും കൂടെ പോകുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു. ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് വട്ടുണ്ടോ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്തു, അങ്ങ് ചെന്നു. വിശ്വസിച്ച് ഞാൻ അന്നൊരു ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. ഞാൻ എന്നോട് പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്. എല്ലാ ദിവസവും, എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച വരാറുണ്ട്. നാളെ ചിലപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റൊരു ഞായറാഴ്ച, എൻ്റെ ലൈഫൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ നാളെ ചിലപ്പോൾ ഞാൻ പോയാൽ, ഞാൻ പങ്കെടുത്താൽ എൻ്റെ ലൈഫിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേറെ രീതിയിൽ ചിലപ്പോൾ മാറി തരും. ഞാൻ അവിടെ ചെന്നു, പ്രോഗ്രാമിന് ചെന്നു, പേയ്മെൻറ്റ് അടച്ചു, അവിടെ ചെന്നിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? 1.5 മണിക്കൂറേ പങ്കെടുത്തിട്ടുള്ളൂ. ആ 1.5 മണിക്കൂറുടെ ബാത്റൂമിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പറയുകയാണെന്ത്, കണ്ണാടിയിൽ നോക്കിയിട്ട്, മൈ ലൈഫ് ഫ്രം നൗ ഓൺവേർഡ്സ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ആൻഡ് ഐ ആം ഗോയിങ് ടു അച്ചീവ് ഇറ്റ്. ആ ഫീലിംഗ്, ആ ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് അങ്ങ് വന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ തീരുമാനിച്ചതാണ്, എനിക്ക് ഇതാണ് ആവേണ്ടത്, എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവണം, എനിക്കൊരു കോച്ചായി മാറണം, എനിക്ക് ഈ രൂപത്തിൽ മാറണം. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരേ ഒരു സീക്രട്ടാണ്. ആ സീക്രട്ട് ഇതാണ്: ഒരു ദിവസം 36,000 മുതൽ 60,000 ചിന്തകൾ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തയിൽ 80% ചിന്ത എന്താണോ അത് സംഭവിച്ചിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ചിന്ത 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്ത ഇതാണ്. ഞാൻ ഇത് അന്ധമായി വിശ്വസിക്കുന്നു, ഇതിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് വേറെ വഴിയില്ല. ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. അതങ്ങ് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചതോടുകൂടി വാട്ട് ഹാപ്പൻഡ്, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നൗ വാട്ട് ഐ എം ഡൂയിങ് ഇസ് ലൈക്ക് കണ്ടിന്യൂസ്ലി ഡൂയിങ് ദിസ്. ഐ എം പാഷനേറ്റ്, ഐ എം എക്സൈറ്റഡ്, ആ ഒരു ഇതാണ് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും. 10, 15, 20, 30 വർഷമായിട്ടും പലരും അധ്വാനിച്ചിട്ടോ സ്വയം ജീവിച്ചിട്ടോ അറിയാത്ത അനുഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് ഒരു ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടും. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചത് എന്താ, നിങ്ങൾ പറഞ്ഞു. ഡോണ്ട് യു അഗ്രി വിത്ത് മീ? എത്രയോ വർഷങ്ങൾ, ഡെക്കേഡ്സ്, ഡേയ്സ് ആയിട്ട് ചുരുങ്ങിയില്ലേ, മണിക്കൂറുകളായിട്ട് ചുരുങ്ങിയില്ലേ, മിനിറ്റുകളായിട്ട് ചുരുങ്ങിയില്ലേ? സോർണോ? ഡിഡ് യു ഗെറ്റ് ഓൾ ദ ആൻസേഴ്സ്? ഡിഡ് യു ഗെറ്റ് മെനി നോളജ്? So come and join with me. So മറക്കരുത്, I know. So be bloody serious. If you are serious, make the payment, go there and join with me. Let's go. Let's change your life. Okay? ചാലഞ്ചസ് ഉണ്ടാവും, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള വഴിയായിട്ട് മുൻപിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നതാണ് ഈ ഒരു അവസരം. ടു യു ഇപ്പൊ കൊണ്ടു തന്നതാണ്. ഇതൊരു അടയാളമാണ്. ഈ അടയാളം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ, ഈ സംഗതി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യും, ഈ അറിവ് എനിക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ തോന്നൽ, ട്രസ്റ്റ്, നിങ്ങളുടെ മുൻപിലേക്ക് തോന്നൽ വരുമ്പോൾ അതൊരു അടയാളമാണ്. ലിസൺ ടു ദാറ്റ്, ഗോ ഫോർ ഇറ്റ്.
ഇനി ഏറിപ്പോയാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ 1399 ഒരു വലിയൊരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇല്ല. അതൊരിക്കലും തോന്നില്ല. ഐ ഗ്യാരണ്ടി ദാറ്റ്. ഓക്കെ? അതൊരിക്കലും തോന്നില്ല. ഐ ഗ്യാരണ്ടി. ഐ നോ ദാറ്റ്. ഐ നോ ദാറ്റ്. പക്ഷേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും ചിലപ്പോൾ. ബട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് വരിക, പങ്കെടുക്കുക, അതിലെന്തെങ്കിലും ലൈഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക കേട്ടോ. സോ യു ട്രസ്റ്റ് മീ, ഐ നോ. ബിസിനസ് അറിയില്ല, ഐഡിയകൾ കിട്ടുമോ? യെസ്, ബിസിനസ് സംഗതികൾ നിങ്ങൾ അതിലേക്ക് വരിക, അതിലെന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളില്ലേ, ഈ ചോദ്യങ്ങൾ പോലെ നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവില്ല, അറിവില്ല, ഇതെങ്ങനെ ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഐഡിയ കിട്ടാത്തത്. ഐഡിയാസ് ആർ എവരിവെയർ. ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇവിടെ, ഈ പ്രപഞ്ചത്തിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ കിടക്കുന്നുണ്ട്. കോസ്മിക് എനർജി ഈ ഫീൽഡിൽ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്. ഈ വേൾഡിലുള്ളതേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ വേൾഡിലുള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ആ ഐഡിയ ടാപ്പ് ഇൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ ചിന്തിച്ച ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ചില ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? റേഡിയോ എന്ന് പറയുന്ന സംഗതി കണ്ടെത്തിയത് പ്രകാരം ഒരാൾ അതിൻ്റെ പേറ്റന്റ് എടുത്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ അതിന് മുൻപേ അതേ റേഡിയോനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇൻവെൻഷൻസ്, പല ഐഡിയാസും, നിങ്ങൾ ചിന്തിക്കുന്ന പല ഐഡിയാസും വേറെ ആരൊക്കെയോ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് നിങ്ങളുടെ ഐഡിയ ആണോ, അത് അവരുടെ ഐഡിയ ആണോ? അത് അവരുടെ ഐഡിയ ആണോ, അത് നിങ്ങളുടെ ഐഡിയ ആണോ? അല്ലെങ്കിൽ വേറെ ആരുടെ ഐഡിയ ആണോ? പലരുടെയും ഐഡിയ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോകത്ത് ഇവിടെ ഐഡിയാസ് ഉണ്ട്. പ്രോബ്ലം വെച്ചാൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ അറിയില്ല. നിങ്ങൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് കടന്നിട്ടില്ല. ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കണം, അവയർനെസ് വർദ്ധിപ്പിക്കണം, ബെറ്റർ ആയിട്ട് മാറണം. ഇതൊക്കെ പോസിബിൾ ആണ്. ഇതൊക്കെ അതിനനുകൂലമാവുന്ന മാച്ച് ആവുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തണം. അതെങ്ങനെ എത്തുന്നത്? ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള തിങ്കിങ്ങിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ചിന്തകൾ, ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ ചിന്തകളെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആ ചിന്തകൾ സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റായിട്ട് ഈ ചൂണ്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ കൊണ്ട് ചൂണ്ടയിട്ടിട്ട് അതിൽ വലിയ ഐഡിയാസിനെ പിടിക്കാൻ പറ്റണം. വലിയ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കിട്ടണം, വിസ്ഡം നിങ്ങൾക്ക് കിട്ടണം. അതെങ്ങനെ ചൂണ്ടയിടുന്നത്? ചോദ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചൂണ്ടയിടുന്നത്. ആ അതായത് ചോദ്യം ഇപ്പം ഇന്ന് ചോദിച്ചപ്പം കുറേ ഉത്തരങ്ങൾ കിട്ടിയോ? യെസ് ഓർ നോ? എങ്ങനെ ചെയ്യും എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, സോ ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ബി വെരി സ്മാർട്ട്, വെരി ബ്രില്യൻറ്റ് അറ്റ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് ഹൗ യു ചേഞ്ച് യുവർ പെർസെപ്ഷൻ. ദ പവർ ഓഫ് ക്വസ്റ്റ്യൻസ്. മനസ്സിലാവുന്നുണ്ടോ? സോ കം ആൻഡ് ജോയിൻ. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സംഗതികളാണ് നമ്മൾ എന്താ വെച്ചാൽ കോച്ചിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു കം ആൻഡ് അറ്റൻഡ്. ഓക്കെ, സോ ക്ലാസ് ടൈം എപ്പോഴാണ്? രാവിലെ 8 മണി മുതൽ 9:30 വരെയാണ് ഓഫീസിൽ ക്ലാസ് ഉണ്ടാവുക. പിന്നെ ഒരു ഇൻട്രാക്ഷൻ സെഷൻ അടക്കം ടോട്ടൽ 10 മണി വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അതായത് 8 മണി മുതൽ 9 മണി, 2 മണിക്കൂർ, 5 ഡേയ്സ് പ്രോഗ്രാം. ഇൻറ്റൻസീവ് ആയിട്ട് ബിസിനസ് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കും, ബിസിനസ് മൈൻഡ് സെറ്റ് പഠിപ്പിക്കും, ബിസിനസ് സക്സസ് മൈൻഡ് സെറ്റ് പഠിപ്പിക്കും, സ്ട്രാറ്റജി കാര്യങ്ങൾ പഠിപ്പിക്കും, എങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് മണി മേക്കിംഗ് നടത്താം, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ പാർട്ണറെ സഹായിക്കാൻ, ഇത് രണ്ടിലും ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ ആ കുടുംബത്തിൻ്റെ ഫാമിലിയിലുള്ള അംഗങ്ങൾക്ക് വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളിവിടെ ഒന്നും ഇല്ലാത്തൊരു കൾച്ചറുണ്ട്. എന്നാൽ മാർവാടികളുടെ ഇടയിലുള്ള ഒരു കൾച്ചറുണ്ട്. അവർ കണ്ടുമുട്ടി കഴിഞ്ഞാൽ, പരസ്പരം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കും, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കും, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറും. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യും? ഫണ്ട് കളക്ട് ചെയ്ത് സ്വരൂപിച്ചിട്ട് ആൾക്കാരെ സഹായിക്കും, കുടുംബത്തിലുള്ള ആൾക്കാരെ. ദേ ഹാവ് ദർ കൾച്ചർ. ആൻഡ് ഓൾ അതർ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫ് കാരണം പണ്ടത്തെ ആൾക്കാർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് പണത്തെക്കുറിച്ച് സംസാരിക്കരുത്, സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കരുത്, പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മോശമാണെന്നുള്ളൊരു ബിലീഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഒത്തുകൂടലോ പണമോ മറ്റുള്ള സംഗതികളോ ചർച്ചകളോ വരില്ല. കാരണം പണം എന്ന് പറഞ്ഞത് മോശമാണ്, അത് സെൽഫിഷ്നെസ് ആണ്, അത് ശരിയല്ല എന്നൊരു തിങ്കിങ് ആണത്. എന്നാൽ ഇതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം. പണം നല്ലതാണ്, പണത്തിനെക്കുറിച്ച് സംസാരിക്കണം. അത് നല്ല രീതിയിൽ, നേരായ രീതിയിൽ സംസാരിച്ച് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, സെൽഫിഷ് അല്ലാതെ, ബോസ്റ്റിംഗ് അല്ലാതെ, മറ്റുള്ളവരെ ഇങ്ങനെ മാനം കെടുത്തുന്ന മോശമാക്കുന്ന രീതിയിലല്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകൾ ഫാമിലിയിൽ ഉണ്ടാവണം. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് ഇനീഷ്യേഷൻ എടുക്കേണ്ടത്, ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ. ഇതിനൊരു പോസിറ്റീവ് തലമുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻ്റ് ആവണം, പഠിക്കണം, കാര്യങ്ങൾ ചെയ്യണം. ദിസ് ഈസ് ദ വേ യു എൻറ്റയർലി ചേഞ്ച് ദ ഫൈനാൻഷ്യൽ ഡൈനാമിക്സ് ഓഫ് ദ ഫാമിലി. മനസ്സിലാകുന്നുണ്ട്? അത് നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഓക്കെ, ഇന്നും നമ്മൾ ഡെപ്തിലേക്ക് ഇറങ്ങി പോവാണ്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സംഗതികളിലേക്ക് ഇറങ്ങി പോവാണ്. നമുക്ക് സാധിക്കട്ടെ. അടുത്ത സെഷൻ നമുക്ക് ഇനിയും വേണോ ഇതിൻ്റെ ഡെപ്തിലേക്ക്? ഓക്കെ, ഡു യു വാണ്ട് ദാറ്റ്? ഈസ് ഇറ്റ് റിയലി ഹെൽപ്പിംഗ്? യെസ്. ഓക്കെ,
അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ നൽകുകയാണ്. ഡെപ്തിലേക്ക് ഇറങ്ങി നൽകുകയാണ്. ഒരുപാടുണ്ടോ അത് പഠിപ്പിക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ സംഗതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വെച്ചാൽ യു വിൽ കം ഔട്ട് ലൈക്ക് എ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. എവറി ഡേ യു ആർ ലേണിംഗ് സംതിങ് ന്യൂ, റൈറ്റ്? 4 ഡേയ്സ് നമ്മളെന്ന് വെച്ചാൽ 4 അവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. ഓഫ് കോഴ്സ് റിയലി വണ്ടർഫുൾ. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ എന്ത് ഇത്രയും യൂസ്ഫുൾ ആണ് ഈ ഫ്രീ ആയിട്ടുള്ള സെഷൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക. വെൽക്കം യുവർ ഫ്രണ്ട്സ്, യുവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഹെൽപ്പ് ദം. സ്പ്രെഡ് ദിസ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സുകളിലൊക്കെ ഷെയർ ചെയ്യുക. ആൾക്കാർ ജോയിൻ ചെയ്തോട്ടെ, അവർ പഠിക്കട്ടെ, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഓൾ ആർ വെൽക്കം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ മറക്കരുത്, പ്രോഗ്രാമിലേക്ക് വരിക, ജോയിൻ ചെയ്യുക. ഓൾ റൈറ്റ്. നാഫി, എത്ര ശ്രമിച്ചിട്ടാണ് നാഫിയും സുഹൃത്തുക്കളൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നത്. ഐ ആം ലൈക്ക് കം ഓൺ. നാഫി ഉണ്ട്, ആരൊക്കെ ഉണ്ടല്ലോ, 3-4 പേരൊക്കെ ഉണ്ട്. ആദ്യം 2 പേരുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇപ്പോൾ 4 പേരായി ജോയിൻ ചെയ്ത് ലൈവായിട്ട് വീട്ടിൽ ഫാമിലിയുള്ള. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ അപ്രീഷിയേറ്റ് യു. 3-4 friends. Jafar Hussain, very good. Joined 3-4 friends. Very good. I appreciate. I genuinely appreciate you guys. Rehana, thank you so much for joining. We'll go further deeper. റിമൂവിങ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സെഷനിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലോക്കുകൾ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. പറഞ്ഞാൽ ഇപ്പം തന്നെ റിമൂവ് ആകുന്നില്ലേ? ഇതൊരു സെഷനിലൂടെ കടന്നു പോവുക, കുറേ കാര്യങ്ങൾ പറയുക, കുറേ എക്സസൈസുകൾ നിങ്ങൾക്ക് തരിക. ഈ എക്സസൈസുകൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ ചേഞ്ച് യു വൺ ബൈ വൺ. അതിങ്ങനെ മാറി നിങ്ങളിലേക്ക് വരണം കേട്ടോ. സോ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാം. ദിസ് കമ്മ്യൂണിറ്റി ഈസ് ഗോയിങ് ടു ബി റിയലി പവർഫുൾ. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്, നത്തിങ് എൽസ്. ജസ്റ്റ് വിഷ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി വെൽബീയിങ് ആൻഡ് വിഷ് ഫോർ അതേഴ്സ് ഫാമിലി ആൻഡ് വെൽബീയിങ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഡു ദാറ്റ്. ഓൾ ദ ബെസ്റ്റ് ടു യുവർ ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു ഫോർ ദ ലവ്. മറക്കരുത്, ഉഷാറായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയട്ടെ, ഇനിയും പഠിക്കാൻ കഴിയട്ടെ, പഠിപ്പിക്കാൻ കഴിയട്ടെ. നിങ്ങൾ ഇന്നത്തെ നോളജ് എന്ത് ചെയ്യും, ഇന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോളജ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ജസ്റ്റ് ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ഓൾറെഡി ബിസിനസ് എക്സലൻസ് വർക്ക്ഷോപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നാളത്തെ സെഷന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കം ആൻഡ് ജോയിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ജലാൽ. വെരി ഗുഡ്. ഐ വിൽ ആക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് എടുക്കാൻ മറക്കരുത്. 8086007775 എന്ന നമ്പറിലേക്ക് അയക്കുക. ഇന്ന് കൂടെ അവസരമുണ്ട്. കം ആൻഡ് ജോയിൻ. ഓക്കെ, മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് യു ആർ ബ്ലഡി സീരിയസ്, പ്രൂവ് ഇറ്റ്. സീരിയസ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ് എന്നുള്ളത് തെളിയിക്കണം. അത് തെളിയിക്കുന്നത് എങ്ങനെയാണ്? സീരിയസ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിലും ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇന്ന് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒരു വൈൻഡ് അപ്പ് സെഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ കൂടെ നടത്തിയിട്ട് നമുക്ക് പിരിയം. ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് വിഷ്വലൈസേഷൻ. ഓക്കെ, പതിയെ ജസ്റ്റ് ഒന്ന് ടേക്ക് എ ഡീപ് ബ്രെത്ത്. Breathe out. One more time, take a deep breath. One more time, take a deep breath. പതിയെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ എല്ലാം വരാനുള്ള അർഹത എനിക്കുണ്ട്. പറയുക സ്വയം. നല്ല വ്യക്തികളെ ആകർഷിക്കുക, നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന, മാറ്റാൻ സഹായിക്കുന്ന, പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന നല്ല അറിവുകൾ, നല്ല വ്യക്തികൾ, നല്ല സമ്പത്ത്, ഇതെല്ലാം എന്നിലേക്ക് വരാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. വിജയം ഞാൻ അർഹിക്കുന്നുണ്ട്. വളർച്ച ഞാൻ അർഹിക്കുന്നുണ്ട്. പുരോഗതി ഞാൻ അർഹിക്കുന്നുണ്ട്. സമ്പൽ സമൃദ്ധി ഞാൻ അർഹിക്കുന്നുണ്ട്. കാരണം ഞാൻ നല്ല മനസ്സിനുടമയാണ്. എനിക്കൊരുപാട് പേരെ സഹായിക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. എനിക്ക് എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് എൻ്റെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് എൻ്റെ സഹോദരങ്ങളെ സഹായിക്കണം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കണം. എനിക്ക് എൻ്റെ നാട്ടിലുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കണം. എനിക്കൊരുപാട് നന്മ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് സമ്പൽ സമൃദ്ധി എന്നിലേക്ക് വരാൻ
നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയിലെ എല്ലാ ബ്ലോക്കുകളും റിമൂവ് ചെയ്യപ്പെട്ട് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് കമ്മിങ് ടു മൈ ലൈഫ്. ഐ ആം ഇനഫ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം കേപ്പബിൾ. ഞാൻ നല്ല കഴിവുള്ള ആളാണ്, ഞാൻ നല്ല സൗന്ദര്യമുള്ള ആളാണ്, ഞാൻ നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, ഞാൻ നല്ല മനസ്സിനുടമയാണ്, എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്കതിനുള്ള കറേജ് ഉണ്ട്, എനിക്കതിനുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ആക്സസ് ചെയ്യാനുള്ള ഹോംവർക്ക് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ, എൻ്റെ മണി ബ്ലൂ പ്രിൻ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിന് സാധിക്കും, അത് ഞാൻ സാധിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ ലവ് മൈ ലൈഫ്. ഐ എം റെഡി ടു ഡെഡിക്കേറ്റ് മൈസെൽഫ് ടു ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഏത് രീതിയിൽ ഡെഡിക്കേറ്റഡ് ആവാനും വളരെ കൺവിക്ഷനുള്ള ഉറച്ച തീരുമാനമുള്ള, വിൽ പവറുള്ള, കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തിയായിട്ട് മാറാനും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും എന്നിട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനും ഞാൻ റെഡിയാണ്. ഐ ലവ് മൈ ലൈഫ്. ഐ വിൽ ക്രിയേറ്റ് മൈ ഡെസ്റ്റിനി. ഞാൻ എൻ്റെ വിധി ഞാൻ ക്രിയേറ്റ് ചെയ്യും. എൻ്റെ ഫ്യൂച്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രപഞ്ചനാഥൻ്റെ കൂടെ, പ്രപഞ്ചശക്തിയുടെ കൂടെ, എൻ്റെ കൂടെ പ്രപഞ്ചനാഥൻ്റെ പ്രപഞ്ചശക്തിയുണ്ട്. ആ പ്രപഞ്ചശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ നന്മയാണ് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ നന്മ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. വലിയ മനസ്സെനിക്കുണ്ട്. മറ്റുള്ളവരെല്ലാവരെയും ഞാൻ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു, നിരുപാധികം സ്നേഹിക്കുന്നു, ഒരു കണ്ടീഷൻസും വെക്കാതെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റും. ഐ ആം ഇനഫ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം പവർഫുൾ. ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ബി എനിത്തിങ്, ഐ ക്യാൻ അച്ചീവ് എനിത്തിങ്. എനിക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും, അതായി തീരാൻ പറ്റും. അതിന് വേണ്ട അറിവ് നേടിയാൽ മതി, കഴിവ് നേടിയാൽ മതി, ഉറച്ച തീരുമാനമെടുത്താൽ മതി, പിന്തിരിയില്ല എന്നുള്ള തീരുമാനമെടുത്താൽ മതി. എന്നിട്ട് നിരന്തരം പോരുതാൻ തയ്യാറായാൽ മതി. ഇതിനു വേണ്ടിയിട്ട് നിരന്തരം എത്ര സമയം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും, ഉറക്കമൊഴിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യാനും, പ്രാക്ടീസ് ചെയ്യാനും, പ്ലാൻ ചെയ്യാനും, എഴുതാനും, ആൾക്കാരെ പോയി മീറ്റ് ചെയ്യാനും, എന്താണോ ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. എനിക്കതിന് സാധിക്കും, ഞാനത് തയ്യാറാണ്. അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ വിശ്വാസത്തിലേക്ക്, ആ തീരുമാനത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഐ ആം പവർഫുൾ, ഐ ക്യാൻ ഡു ദിസ്, ഐ ആം ഇനഫ് വിത്ത് ഓൾ ദ റിസോഴ്സസ് ഐ ഹാവ്. എൻ്റെ കയ്യിലൊരു മനസ്സുണ്ട്. മനസ്സെന്ന് പറയുന്ന അപാരമായിട്ടുള്ള ശക്തി ഉപയോഗിച്ചിട്ട്, ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ട സഹായം എനിക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് വേണ്ട അവസരങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് വേണ്ട അറിവുകൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റും. ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. എങ്ങനെയെന്നറിയില്ല, അത് ഞാൻ നേടിയെടുക്കുന്നതാണ്, സാധിച്ചെടുക്കുന്നതാണ്. ബിക്കോസ് ദാറ്റ് ഈസ് മൈ ബർത്ത് റൈറ്റ്. അതെൻ്റെ ജന്മാവകാശമാണ്. മാറ്റം എൻ്റെ ജന്മാവകാശമാണ്. വളർച്ച എൻ്റെ ജന്മാവകാശമാണ്. ഉയർച്ച എൻ്റെ ജന്മാവകാശമാണ്. സമ്പൽ സമൃദ്ധി എൻ്റെ ജന്മാവകാശമാണ്. ഐ ഡിസേർവ് ദാറ്റ്. ഞാനത് അർഹിക്കുന്നു. എന്നിൽ ആ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ, ഈ നിമിഷം വരെ ഞാൻ ഇരിക്കുന്നത്, ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇരുന്ന്, ഇത് എളുപ്പമല്ല, പ്രയാസമല്ല. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് ഇരിക്കുമ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ മെൻറ്റർ, എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് മറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആത്മാർത്ഥമായിട്ട്, കൂടുതൽ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ എനിക്കെങ്ങനെ അത് സീരിയസ് അല്ലാതെ എടുക്കാൻ പറ്റും? ഞാൻ സീരിയസ് ആണ്. ഐ എം ബ്ലഡി സീരിയസ്. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏത് കോഴ്സും പഠിക്കാൻ തയ്യാറാണ്. ഏത് കോഴ്സിനും പേയ്മെൻ്റായിട്ട് പഠിക്കാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ചേഞ്ച് മൈ ലൈഫ്. ഇറ്റ് ഈസ് ഹൈ ടൈം. ഐ ഹാവ് ടു ചേഞ്ച് മൈ ലൈഫ്. എൻ്റെ ജീവിതം മറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് എനിക്കുള്ള അവസരം. ഇതാണ് എൻ്റെ മൊമെൻ്റ്. ഇതാണ് നിമിഷം. ഈ നിമിഷത്തിൽ വരുന്ന അവസരങ്ങൾ, ഇത് അടയാളങ്ങളാണ്. ഇതെന്നിലേക്കുള്ള അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളെ ഞാൻ ചെവി കൊടുത്ത്, വിശ്വസിച്ച്, ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാണ്. ഇറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ് ആൻഡ് ഐ എം റെഡി ടു ഗോ ത്രൂ ദാറ്റ്. Take a deep breath. One more time, take a deep breath and breathe out. One more time, take a deep breath and breathe out. I am blessed to be in this community. ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിയത്, ഈ ക്ലാസ്സിലെത്തിയത് ഞാൻ ബ്ലെസ്ഡ് ആണ്. ഞാൻ സേഫാണ്. നല്ല അറിവ് കിട്ടുന്നുണ്ട്, നല്ല സ്നേഹം ലഭിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഐ എം സേഫ്, ഐ എം ബ്ലെസ്ഡ്, ഐ എം ഗ്രേറ്റ്ഫുൾ. ഇത്രയും നല്ല ക്ലാസ്, ഇത്രയും നല്ല അറിവുകൾ ലഭിക്കുന്നത്. ഈ ക്ലാസ്, ഈ അറിവുകൾ ഞാൻ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യും. എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യും. ഐ എം ബ്ലെസ്ഡ്, ഐ എം സേഫ്. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കെങ്ങനെ മാറാതിരിക്കാൻ പറ്റും? ഐ എം സേഫ്, ഐ എം ലവ്ഡ്, ഐ എം പ്രൊട്ടക്റ്റഡ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ സേഫാണ്.
ഞാൻ കെയർഡാണ്, ഞാൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഐ എം ലവ്ഡ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. കൈകൾ കൂട്ടിത്തരുന്നു. ഫീൽ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എനർജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച്, ശക്തിയിൽ വിശ്വസിച്ച്, മനസ്സറിഞ്ഞ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയുന്ന ആ ഫീലിങ്ങോട് കൂടിയിട്ട് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ ദേഹത്തും കവിളത്തും എല്ലാം തടവുക. ആൻഡ് ഗോ ഫോർ എ ബ്യൂട്ടിഫുൾ ഡേ. ഓൾറൈറ്റ്. ഷാഹിദ് ചോദിക്കുന്നു ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്താണ്? അത് അധികം വൈകാതെ വരും, ഉടനെ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും കേട്ടോ. ഓൾറൈറ്റ്. Jalal, thank you so much, Jalal, for the nice comment. I love you guys. So genuinely, just go, change your life, man. Come on. ഇനി എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റുക? Go there. Do it for you. Okay? For your family, for your kids, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കഷ്ടപ്പെടുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട്. Do something about it. നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന നിങ്ങളുടെ ആ കുഞ്ഞു കുട്ടി, നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട്. Just go. Change your life. Please do something about it. Don't waste. Don't waste. You are here for a reason. നിങ്ങളിവിടെ വന്നതിനൊരു കാരണമുണ്ട്. ഇതൊരു അടയാളമാണ്. Listen to this. Trust this. Change your life. Okay? Thank you. That's it. Thank you so much for being here. I'm so blessed. ഇത്രയും സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഇത്രയും ആൾക്കാർ എൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ വിശ്വസിച്ച് ഇവിടെ വരുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. Thank you so much. I'm so honored. And thank you everyone. Thank you. All right? Let's say positive. Love you all. Okay? Thank you. Thank you so much. Have a great day. മറക്കരുത്, ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകട്ടോ. ഇന്നത്തെ സെഷൻ അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോവാം. ഓരോ ദിവസം കഴിയുന്നതോറും ഉഷാറായിട്ട് വരാൻ കഴിയട്ടെ കേട്ടോ. താങ്ക് യു. മറക്കരുത്, പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കരുത്, ഇന്നത്തെ അവസരം ഉപയോഗപ്പെടുത്താം. താങ്ക് യു. വെരി യൂസ്ഫുൾ. ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Thank you. You're welcome. You're welcome. Thank you, sir. നിങ്ങൾ സാറിന് വിളിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടാണ്, ഒരു സുഹൃത്താണ്, ഒരു ഭായിയാണ്. Just like that. That's it. Just like that. Okay? Yes. We are like. Thank you. Okay? Thank you. Thank you so much, sir. You're welcome. Thank you. Thank you. Thank you. Thank you, bro. Thank you. Thank you so much. All right. Thank you everyone. അപ്പോൾ പറഞ്ഞതുപോലെ വൈൻഡപ്പ് ചെയ്യാം. നാളെ വീണ്ടും കാണാം. 6:30 നാളെ മുതൽ സെഷൻ ഉണ്ടാവും. മോർണിംഗ് സെഷൻ 6:30. മെഡിറ്റേഷൻ ഉണ്ടാവും. മെഡിറ്റേഷൻ ജോയിൻ ചെയ്ത് മെഡിറ്റേഷൻ ജോയിൻ ചെയ്യണം. All right. ഇന്നത്തെ മെഡിറ്റേഷൻ ക്ലാസ് is going to rock your mind. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. All the best. Great. Thank you. Thank you so much.